ഏത് ക്യാഷ്, ഏത് നറുക്കെടുപ്പ്, അതൊക്കെ പോയി. ഏത് നറുക്കെടുപ്പ്? ഞാൻ അന്നേ പറഞ്ഞതാ ഇതൊക്കെ ഉടായിപ്പാണ് എന്ന്. ശരിയൊക്കെ കൊള്ളാം അഷ്കറെ, ഉടായ്പുകാരുണ്ട് എന്നുള്ളത് സത്യവുമാണ്. പക്ഷെ അക്കൂട്ടത്തിലേക്ക് എന്നെ വലിച്ചിഴക്കരുത് എന്നുള്ളത് 1000 വട്ടം നിന്നോട് പറഞ്ഞതാണ്. ഇവിടെതാ ഈ നിമിഷം തല ഉയർത്തി എൻ്റെ ഫേസ്ബുക്ക് ചാനലായിട്ടുള്ള പബ്ലിക് കേരളയിൽ ലൈവ് കൊടുത്ത്, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലൈവ് കൊടുത്ത്, എല്ലാ ദൃശ്യങ്ങളും വ്യക്തതയോടും സുതാര്യതയോടും കൂടി ജനങ്ങളിലേക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് നിന്നോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ നെറുക്കെടുപ്പ് പരിശോധിക്കാൻ, അതിൻ്റെ സുതാര്യത പരിശോധിക്കാൻ നിങ്ങൾക്ക് വരാം, അതിൻ്റെ എല്ലാ ചിലവും ഞാൻ വഹിക്കാം എന്ന്. നീ കേട്ടിട്ടില്ല. തല ഉയർത്തി അഭിമാനത്തോടു കൂടിയിട്ട് പറയാണ്, ദാ 1ാം സമ്മാനക്കാരിയായിട്ടുള്ള സുഹ്റത്തേക്ക് ആ വീടിൻ്റെ എഗ്രിമെൻ്റ് കൊടുത്തിരിക്കുകയാണ്. ദിവസങ്ങൾക്കകം തന്നെ അവരുടെ പേരിലേക്ക് വീട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. 2ാം സമ്മാനക്കാരിയായിട്ടുള്ള അമ്മയും കുടുംബവുമാണ്, അവർക്കും ചെക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. 3ാം സമ്മാനക്കാരനായിട്ടുള്ള അബ്ബാസിന് വേണ്ടിയിട്ട് വന്നവർ, അവർക്കും കൊടുത്തിരിക്കുകയാണ്. ഇനിയുള്ള സമ്മാനങ്ങൾക്ക് ഉടൻ തന്നെ പരിഹാരങ്ങൾ ഉണ്ടാക്കും. മറ്റു ചില സാങ്കേതിക തടസ്സത്തിൽ പെട്ടുപോയിട്ടുള്ള ആളുകൾക്കും നിലവിൽ പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആത്മാഭിമാനത്തോടെ തല ഉയർത്തി പറയാണ്, ജയിച്ചിരിക്കുന്നു അഷ്കറെ. നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ ഒഴിച്ചാൽ.